നമസ്കാരം. എല്ലാവരും ഇന്നത്തെ ലൈവിലേക്ക് റെഡിയായോ? ഞാനിവിടെ കാത്തിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ വന്ന ശേഷം നമുക്ക് ലൈവ് ആരംഭിക്കാം. കാണുന്നവർ കമൻറ്റ് ബോക്സിലൊരു ഹായ് ഇടുക. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ആരും ഇതുവരെ വന്നില്ലേ? ഞാൻ ഇച്ചിരി നേരത്തെ വന്നോ? ചോദ്യങ്ങളുമായിട്ട് ഞാൻ റെഡിയാണ്. കാഴ്ചക്കാർ മാത്രമേ നമുക്ക് ഇനി ആവശ്യമുള്ളൂ. കാത്തിരിക്കാം അല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് മലയാളത്തിന്റെ നടന വിസ്മയമായ ശ്രീ മോഹൻലാലിന്റെ ജന്മദിനമാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മോഹൻലാലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം ആരാണ് മോഹൻലാൽ ക്വിസിന്റെ ഗപ്പ് കൊണ്ടുപോകുന്നതെന്ന്. ആരും ഇതുവരെ എത്തിയില്ല? വേഗം വേഗം എത്തുക. എന്നിട്ട് എല്ലാവരും കമന്റിൽ ഹായ് ഇട്ടാൽ എനിക്കറിയാം നിങ്ങളൊക്കെ എത്തിയെന്ന്. ജീസ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട്. ജയശ്രീ ജോൺ, നിഷിബ എം നിഷി തുടങ്ങിയവരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്വിസ് വിഷയം മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ന് മോഹൻലാലിന്റെ ജന്മദിനമാണ്. എല്ലായിടത്തും മോഹൻലാലിന്റെ ജന്മദിന ആശംസകളും വീഡിയോകളും മാഷപ്പുകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് മോഹൻലാലിനെ നമുക്ക് എത്ര അറിയാം, എത്ര അടുത്തറിയാം, ആ നടനെ എത്ര നമുക്ക് അടുത്തറിയാം എന്ന് അറിയാനുള്ള ഒരു ക്വിസാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് പേര് കൂടി വന്ന ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. സദാനന്ദ് കുമാർ ഹായ് പറയുന്നുണ്ട്. ഹായ്. ചോദ്യങ്ങൾ കേൾക്കാൻ എല്ലാവരും പെട്ടെന്ന് എത്തുക. എല്ലാവരും എത്തിയോ? എത്ര പേരുണ്ട് കാണാൻ? എനിക്കിവിടെ എത്ര പേര് ലൈവ് കാണുന്നു എന്നുള്ളത് കാണിക്കുന്നില്ല. ഒരു സെക്കൻഡ്. എന്തായാലും കുറച്ച് പേരുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം മോഹൻലാലാണ്. ഇന്ന് മോഹൻലാലിന്റെ ജന്മദിനമാണ്. അപ്പം മോഹൻലാൽ എന്ന നടനെ നമുക്ക് എത്രത്തോളം അടുത്തറിയാം എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇന്ന്. ഓക്കെ. അപ്പം ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യം കടുത്ത മോഹൻലാൽ ഫാൻസിന് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിൽ പോലും ഈ ചോദ്യത്തിലായിരിക്കണം മോഹൻലാലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആരംഭിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്: മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച മലയാളം സിനിമയുടെ പേരെന്താണ്? അതായത് മോഹൻലാലിന്റെ ഡെബ്യൂട്ട് എൻട്രി, ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ലൈവിൽ ചേരുന്ന എല്ലാവർക്കും നന്ദി. ചോദ്യങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ വിഷയം തീർച്ചയായിട്ടും മോഹൻലാലാണ്. ഇന്ന് മോഹൻലാലിന്റെ ജന്മദിനമാണ്. അപ്പം അതുകൊണ്ട് മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ അപ്പിയറൻസ് ഏത് സിനിമയിലായിരുന്നു എന്നുള്ളതാണ്. അന്ന് മോഹൻലാലിന് 18 വയസ്സായിരുന്നു പ്രായം. മറ്റൊരു ക്ലൂ, ആ സിനിമ അന്ന് റിലീസായില്ല. ആ സിനിമ റിലീസായത് പിന്നീട് 25 വർഷങ്ങൾക്ക് ശേഷമാണ്. എങ്കിലും അതായിരുന്നു മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമ. ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. നോക്കട്ടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന്. ജീസ് കൈതാരം പറയുന്നു തിരനോട്ടം. ജയൻ കുശലകുമാരി, ജയശ്രീ ജോൺ തുടങ്ങിയവർക്ക് തിരനോട്ടമാണ്. സദാനന്ദ് കുമാറിന് അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. ഹായ്, ഹലോ വിമിത. മഞ്ഞിൽ വിരിഞ്ഞ പൂവെന്ന് നിഷിബ എം നിഷി പറയുന്നു. തിരനോട്ടം എന്ന് ബിനു മാത്യു പറയുന്നു. ആശാറോസ് ഷൈജു പറയുന്നതും തിരനോട്ടം എന്നാണ്. ജൂല വി ഗോപാലിന് തിരനോട്ടം. വൈശാഖ് ജയ്ക്ക് തിരനോട്ടം. ജിതിൻ രാജ് ജിത്തു ബുദ്ധ തിരനോട്ടം.
അപ്പോൾ ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. എങ്കിലും മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം അതായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. തിരനോട്ടം എന്നുള്ളത് തന്നെയാണ് ഉത്തരം. 18 വയസ്സിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. 2003 മറ്റോ ആണ് അത് റിലീസായതെന്ന് തോന്നുന്നു. അത് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ സിനിമ റിലീസായില്ല. പക്ഷേ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ചത് തിരനോട്ടം എന്നുള്ള ചിത്രത്തിലാണ്. അപ്പോൾ ഈ പോയിന്റ് കിട്ടുന്നത് ജീസ് കൈതാരത്തിനാണ്. ജീസിന് 1 പോയിന്റ്. അതിനു മുമ്പ് ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യം, മോഹൻലാലിന്റെ ഈ കഥാപാത്രം ഏത് സിനിമയിലാണെന്ന് പറയണം. ഈ കഥാപാത്രം ഏത് സിനിമയിലാണെന്ന് പറയണം. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ രമേശൻ നായർ. നോക്കട്ടെ, സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ രമേശൻ നായർ ഏത് സിനിമയിലാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന്. ലൈവ് ഷെയർ ചെയ്ത് എന്നെ ടാഗ് ചെയ്തിരുന്നോ ജയശ്രീ? ഉണ്ടെങ്കിൽ കമന്റിലൊന്ന് പറയൂ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിരുന്നു. തന്മാത്ര എന്ന് ജയശ്രീ ജോൺ പറയുന്നു. ഷിജു ജോബു പറയുന്നു തന്മാത്ര. ജീസ് കൈതാരം പറയുന്നു തന്മാത്ര. ഏകദേശം എല്ലാവർക്കും അറിയുന്ന ചോദ്യം ഉത്തരവും തന്നെയാണ്. നോക്കട്ടെ, തന്മാത്ര എന്ന് ഫർസാന നോഫൽ പറയുന്നു. ടാഗ് എനിക്കിവിടെ വന്നിട്ടില്ല, പക്ഷേ നോക്കട്ടെ. FBയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇച്ചിരി വൈകിയാണ് വരുന്നതെന്ന് തോന്നുന്നു. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ രമേശൻ നായർ ഏത് സിനിമയിലെ മോഹൻലാൽ കഥാപാത്രമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാഗ് കിട്ടിയിട്ടോ, ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. തന്മാത്ര എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ആശാറൂസ് ഷൈജു പറയുന്നുണ്ട്, വേർഡ് സ്മിത്ത് ദർശരാജ് പറയുന്നുണ്ട്, ദീപ പെരുമാൾ, ജിതിൻ രാജ്, വൈശാഖ് ജയ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സഹ്ല യാസർ തുടങ്ങിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. അപ്പൊ ജയശ്രീ ജോണിന് 1 പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. മോഹൻലാൽ നേതൃത്വം നൽകുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണ്? മോഹൻലാൽ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണ്? നേരെ ഗൂഗിളിലേക്ക് വെച്ച് പിടിപ്പിക്കരുത് എല്ലാവരും. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഉത്തരം പറയാൻ ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പോയിക്കോളൂ. പക്ഷെ നിങ്ങൾക്ക് മോഹൻലാൽ എന്ന നടനെ എത്രത്തോളം അടുത്തറിയാം എന്നുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ ചെയ്ത ആർക്കും ഉത്തരം കിട്ടും. മോഹൻലാൽ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണ്? നോക്കട്ടെ, ഗൂഗിൾ ചെയ്യാതെ ആരൊക്കെ ഉത്തരം പറയുമെന്ന്. വിസ്മയ എന്ന് വൈശാഖ് ജയ് പറയുന്നു. വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് വിമിത പറയുന്നു. ജയശ്രീ ജോൺ പറയുന്നു വിശ്വശാന്തി ഫൗണ്ടേഷൻ. വിസ്മയ എന്ന് ജീസ് കൈതാരം പറയുന്നു. ആണോ? അമ്മ എന്ന് ജിതിൻ രാജ് ജിതു ബുദ്ധ പറയുന്നു. അമ്മ മലയാളം സിനിമ ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ അല്ലേ? ഇത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മോഹൻലാൽ നടത്തുന്നതാണ്. അതിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. വിശ്വശാന്തി എന്ന് സൗമ്യ അമ്മാളു പറയുന്നു. അജിത് രാജ് പറയുന്നു വിശ്വശാന്തി. ജയൻ കുശലകുമാരി പറയുന്നു വിശ്വശാന്തി. 2 ഉത്തരങ്ങളാണ് വന്നിരിക്കുന്നത്, വിസ്മയ എന്നും വിശ്വശാന്തി എന്നും. ബിനു മാത്യു പറയുന്നു വിദ്യാശാന്തി എന്ന്. 3 ഉത്തരങ്ങളായി. ഏതാണ് ശരിയുത്തരം എന്നുള്ളതാണ് ചോദ്യം. മോഹൻലാൽ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അത് ആദ്യം പറഞ്ഞത് വിമിതയാണ് എനിക്ക് കാണിക്കുന്നത്. വേറെ ആരുടെയെങ്കിലും പേര് ആദ്യമുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ പറയണേ. വിമിതയ്ക്കാണ് ഈ ചോദ്യത്തിന്റെ പോയിന്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചാലോ? അടുത്ത ചോദ്യം, 2016 മോഹൻലാൽ ഒരു തെലുഗു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ സിനിമയുടെ പേരെന്താണ്? 2016 മോഹൻലാൽ അഭിനയിച്ച ഒരു തെലുഗു ഫിലിമുണ്ട്.
അതിൻ്റെ പേരെന്താണ്? ഇവിടെ മോഹൻലാൽ ഫാൻസൊക്കെ പെട്ടെന്ന് ഉത്തരം പറയൂ. ഇതിനൊന്നും നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒന്നും സഹായം ആവശ്യമായി വരില്ല. 2016 മോഹൻലാൽ അഭിനയിച്ച ഒരു തെലുഗു ഫിലിമുണ്ട്. അതിൻ്റെ പേരെന്താണ്? വിശ്വ എന്ന് ബിനോ മാത്യു പറയുന്നു. ജനതാ ഗാരേജ് എന്ന് സഹല യാസർ, ഫർസാന നൌഫൽ, ജിതിൻ രാജ്, ജിത്തു, ശ്രീദേവി നമ്പ്യാർ, ജീസ് കൈതാരം തുടങ്ങിയവരൊക്കെ ജനതാ ഗാരേജ് എന്നാണ് പറയുന്നത്. മനമന്ത എന്ന് വിമിത പറയുന്നു. ജനതാ ഗാരേജ് എന്ന് ജയൻ കുശലകുമാരി, നിഷാദ് ബാല പറയുന്നു മനമന്ത, അനീഷ് മിഡ്ലാൻഡ് പറയുന്നു ജനതാ ഗാരേജ്, സൗമ്യ അമ്മാളു പറയുന്നു ജനതാ ഗാരേജ്. ഏകദേശം എല്ലാവരും അത് തന്നെയാണ് ഉത്തരം പറയുന്നത്. മോഹൻലാലു തെലുങ്കെന്ന് ദീപ പെരുമാൾ പറയുന്നു. മനമന്ത എന്ന് കെ ജയേഷ് കൊല്ലങ്കണ്ടി പറയുന്നു. മലയാളം പോരാഞ്ഞിട്ടാണോ എന്ന് റംസീന നാസർ ചോദിക്കുന്നുണ്ട്. മന്മത എന്ന് ജയശ്രീ ജോൺ പറയുന്നു. ലൈല ഓ ലൈല എന്ന് ആശാ റോസ് ഷൈജു. 2 എണ്ണം ഉണ്ടെന്ന് വൈശാഖ് ജെ പറയുന്നു. ഞാൻ ഒരു പേരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 2 എണ്ണം ഉണ്ടെങ്കിൽ രണ്ടും ആദ്യം പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ പോയിന്റ് കൊടുക്കാമേ. ജനതാ ഗാരേജ് ആണ് എൻ്റെ ഉത്തരം. ജനതാ ഗാരേജ് ആണ് ഞാനിവിടെ ഉത്തരമായിട്ട് വെച്ചിരിക്കുന്നത്. മനമന്ത എന്നുള്ളത് ജനതാ ഗാരേജിന്റെ തെലുങ്ക് പേരാണോ അതോ വേറെ സിനിമയാണോ എങ്കിൽ രണ്ടും പറഞ്ഞവർക്ക് ഞാൻ ഓരോരോ പോയിന്റ് കൊടുക്കാം. ജനതാ ഗാരേജ് ആദ്യം പറഞ്ഞത് ആരാണെന്ന് നോക്കട്ടെ. ജനതാ ഗാരേജ് ആദ്യം പറഞ്ഞിരിക്കുന്നത് സഹല യാസറാണ്. ഈ മനമന്ത എന്നുള്ളത് മോഹൻലാലിന്റെ 2016 ഇറങ്ങിയ തെലുങ്ക് സിനിമയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? മനമന്ത ഓൾസോ 2016 ഫിലിം എന്ന് നിഷാദ് ബാല പറയുന്നു. അത് ആദ്യം പറഞ്ഞത് ആരാണ്? നിഷാദ് ബാലയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നിഷാദ് ബാലയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നേ. ജനതാ ഗാരേജ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഉത്തരം. ജനതാ ഗാരേജും മനമന്ത അത് രണ്ടും 2016 ഇറങ്ങിയ മോഹൻലാലിന്റെ തെലുങ്ക് സിനിമകളാണ്. സഹല യാസറിനും നിഷാദ് ബാലയ്ക്കും ഓരോ പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, ഈ ഡയലോഗ് മോഹൻലാൽ ഏത് സിനിമയിൽ ഏത് കഥാപാത്രമായി പറഞ്ഞതാണ്? സിനിമയുടെ പേരും വേണം, കഥാപാത്രത്തിന്റെ പേരും വേണം. ശ്രദ്ധിച്ചല്ലോ, സിനിമയുടെ പേരും വേണം, കഥാപാത്രത്തിന്റെ പേരും വേണം. രണ്ടും കൂടി കമന്റ് ചെയ്യുക. ചോദ്യം ഇതാണ്, ഡയലോഗ് ഇതാണ്: എന്നെ ചീത്ത വിളിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. ഈ ഡയലോഗ് മോഹൻലാല് ഏത് സിനിമയിൽ ഏത് കഥാപാത്രമായി പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. എന്നെ ചീത്ത വിളിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. മനമന്ത ഗൗതമിയൊക്കെ അഭിനയിച്ച മോഹൻലാലിന്റെ 2016 സിനിമയാണ്. അയാൾ കഥ എഴുതുകയാണെന്ന് സാഗർ കോട്ടപ്പുറം, ജയശ്രീ ജോൺ, കെ ജയേഷ് കൊല്ലൻകണ്ടി, രാജീവ് മേനോൻ ദശരഥം. വേറെ ഉത്തരങ്ങളുണ്ടോ? ഡയലോഗ് ഇതാണ്: എന്നെ ചീത്ത വിളിക്കൂ, അപമാനിക്കൂ, പക്ഷേ ഉപദേശിക്കരുത്. വന്ദനമെന്ന് ജിതിൻ രാജ് പറയുന്നു. സാഗർ കോട്ടപ്പുറം അയാൾ കഥ എഴുതുകയാണെന്ന് വൈശാഖ് ജയ് ജയശ്രീയെ കോപ്പിയടിച്ചതാണെന്ന് ഞാൻ ആരോപിക്കുന്നു. ശ്യാം സോർബ, സാഗർ കോട്ടപ്പുറം, വൈശാഖ് ജയ് ഉത്തരമാണല്ലോ ആദ്യം വരുന്നത് എന്ന് ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്ത് നോക്കൂ, ശരിയാക്കും. മനമന്ത വിസ്മയം എന്ന പേരിലാണ് മലയാളത്തിൽ റിലീസ്. ഞാൻ ആദ്യമേ പറഞ്ഞു വിസ്മയം എന്ന്. ഞാൻ തെലുങ്ക് സിനിമയുടെ പേരാണ് ചോദിച്ചത് ശ്രീദേവി. അതിന്റെ മലയാളം ഡബ്ബായിരിക്കും വിസ്മയം. ഇപ്പൊ ചോദ്യം ഇതാണ്: എന്നെ ചീത്ത വിളിക്കൂ, അപമാനിക്കൂ, പക്ഷേ ഉപദേശിക്കരുത്. ഈ ഡയലോഗ് മോഹൻലാൽ ഏത് കഥാപാത്രമായി ഏത് സിനിമയിലാണ് പറഞ്ഞത്? അയാൾ കഥ എഴുതുകയാണെന്ന് രതീഷ് എം ജി പറയുന്നു. ഉത്തരം വന്നിട്ടുണ്ട്. കുറച്ചു പേരോട് ഉത്തരം പറഞ്ഞാൽ നമുക്ക് ഉത്തരം റിവീൽ ചെയ്യാം. അതേ സിനിമയിലെ വേറെ ഒരു ഡയലോഗ് വളരെ പ്രശസ്തമാണ്. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ചാടി വീണ് ഉത്തരം പറഞ്ഞേനെ. നിഷിബ എം നിഷി പറയുന്നു. രാജീവ് മേനോൻ ദശരഥം. ജൂലാവി ഗോപാൽ പറയുന്നു. സാഗർ കോട്ടപ്പുറം അയാൾ കഥ എഴുതുകയാണ്.
അനിൽ കൃഷ്ണ പറയുന്നു ദശരഥം. ശരി ഉത്തരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നെ ചീത്ത വിളിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. ഉത്തരം ദശരഥം രാജീവ് മേനോൻ എന്നുള്ളതാണ്. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് മോഹൻലാലിലെ രാജീവ് മേനോൻ പറഞ്ഞ അതേ ദശരഥം. അപ്പൊ ആദ്യം പറഞ്ഞത് ആരാണെന്ന് നോക്കട്ടെ. ആദ്യം പറഞ്ഞത് ആരാണ്? ആദ്യം പറഞ്ഞത് നിഷാദ് ബാലയാണ് എനിക്ക് കാണിക്കുന്നത് അല്ലേ? നിഷാദ് അല്ലേ പറഞ്ഞത്? ജയശ്രീ ഒന്ന് കൺഫേം ചെയ്യണേ, നിഷാദ് ബാലയാണോ പറഞ്ഞതെന്ന്. നിഷാദ് ബാലയ്ക്ക് ഞാനൊരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ആയിരത്തി 1997 ഇറങ്ങിയൊരു സിനിമ, മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ. അതിലെ പാട്ടിന്റെ കുറച്ച് ഞാൻ പാടാം. സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അങ്കை மான்மிழி அன்புகள் என் மார் துளைத்ததென்ன, அங்கை மான்மிழி அன்புகள் என் மார் துளைத்ததென்ன, வாஞ்சி நாடனை கண்ட எந்தன் രസനെ കൊണ്ടതെന്ന. വരികൾ തെറ്റുണ്ടാവേ. ഇതാണ് പാട്ട്. 1997 മോഹൻലാൽ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ പേരെന്താണ്? നോക്കട്ടെ. ചോദിച്ചു പോവാന്ന് വൈശാഖ് ജിയും ഫർസാന നൗഫലും ഒക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ, ആരെങ്കിലും ഉത്തരം ഇതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഉത്തരമാണ്. ഞാൻ അതിലൊരു ഉത്തരം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ജീസ് കൈതാരം, ശ്യാം സോർബ, അനീഷ് മിഡ്ലാൻഡ്, നിഷാദ് ബാല, സൗമ്യ മാളു, രഞ്ജിത്ത് മാത്യു, ശ്രീദേവി നമ്പ്യാർ തുടങ്ങിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജയനല്ലേ ആദ്യം ഉത്തരം പറഞ്ഞത് എന്ന് ജയശ്രീ ജോൺ ചോദിക്കുന്നു. നോക്കട്ടെ ഞാൻ. ജയൻ, എനിക്ക് കമന്റ് ഓടിപ്പോകുന്നുണ്ട്, അതാണ് എന്റെ കമന്റിന്റെ പ്രശ്നം. ഒരു സെക്കൻഡ്, ഞാൻ ഇവിടത്തെ ലാപ്ടോപ്പിലൂടെ ഒന്ന് നോക്കോട്ടെ. ജയൻ കുശലകുമാരിയാണോ നേരത്തെ ഉത്തരാദ്യം പറഞ്ഞത്, അതോ വേറെ ജയനാണോ? നോക്കട്ടെ. ഏത് ജയനാണ് പറഞ്ഞതെന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യണേ. ഈ ഇരുവർ എന്നുള്ള ഉത്തരം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം കെ ജയേഷ് എന്ന് ജീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കെ ജയേഷിനാണ് ഒരു പോയിന്റ്. നേരത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണത്. ദശരഥം രാജീവ് മേനോൻ. ഇപ്പോൾ ഇരുവർ എന്നുള്ള ഉത്തരം ആദ്യം എനിക്ക് പറഞ്ഞു കാണുന്നത് ശ്രീദേവി നമ്പ്യാരാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ ആദ്യം പറഞ്ഞത്? ഓക്കെ, ജയേഷ് കൊല്ലങ്കണ്ടി. ഓക്കെ, ജയേഷിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പത്തെ ചോദ്യത്തിന് ഉത്തരം ഇരുവർ എന്നുള്ളതാണ്. ആദ്യം എനിക്ക് കാണിക്കുന്നത് ശ്രീദേവിയാണ്. ശ്രീദേവിക്ക് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നു. വേറെ ആരെങ്കിലും ആദ്യമാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്ത് പറയണേ. എങ്കിൽ ഇതിലൊരു ബോണസ് ചോദ്യം കൂടി. ഇരുവർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ റിയൽ ലൈഫിലുള്ള ആള് ആരാണ്? അതായത് ഏത് പൊളിറ്റിക്കൽ ലീഡറെ ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് ഇരുവർ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്? ശ്രീദേവി തന്നെയാണെന്ന് ഫർസാനയും ജീസ് കൈതാരവും പറയുന്നുണ്ട്. അപ്പൊ ശ്രീദേവിക്ക് ഒരു പോയിന്റ്. ഇതൊരു ബോണസ് ചോദ്യമാണ്. ഉത്തരം പറയുന്നവർക്ക് ഒരു പോയിന്റ് നേടാം. ഇരുവർ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഏത് യഥാർത്ഥ ജീവിത പൊളിറ്റീഷ്യനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രമാണ്? എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. സൗമ്യ അമ്മാളുമാണ് ആദ്യം പറയുന്നത്, MGR. അപ്പോ സൗമ്യ അമ്മാളുവിന് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നേ. അപ്പൊ മോഹൻലാലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ അടുത്തറിയാം എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം 2010 പുരട്சி തലൈവർ ഡോക്ടർ MG രാമേന്ദ്രൻ, ശ്യാം സോർബ പറയുന്നു, MGR എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇരുവരിലെ ആനന്ദൻ. 2010
മോഹൻലാലിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയിരുന്നു. ഏത് സർവകലാശാലയാണ് ആ ഡോക്ടറേറ്റ് നൽകിയത്? 2010 മോഹൻലാലിന് ഒരു ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചിരുന്നു. ഏത് സർവകലാശാലയാണ് അത് കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. ശ്രീദേവിയാണ് MGR എന്ന് ആദ്യം പറഞ്ഞത് എന്ന് ജയശ്രീ പറയുന്നു. ആരെങ്കിലും ഒരാൾ കൂടി കൺഫേം ചെയ്യാമോ? എനിക്ക് സൗമ്യ അമ്മാളുമാണ് ആദ്യം കാണിക്കുന്നത്. സൗമ്യയുടെ മുമ്പ് ശ്രീദേവിയാണെന്ന് വൈശാഖ് ജെയിൻ പറയുന്നു. അപ്പൊ ശ്രീദേവിക്ക് കൊടുക്കുവാണേ പോയിന്റ്. സൗമ്യ അമ്മാളുവിന് പോയിന്റ് ഇല്ല, പകരം ശ്രീദേവിക്കാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്: 2010 മോഹൻലാലിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിരുന്നു. അത് ഏത് സർവകലാശാലയാണെന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല, MG, കേരള. എന്നാൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും പേരങ്ങ് പറയുന്നതായിരിക്കും നല്ലത്. കാലിക്കറ്റ് എന്ന് സൗമ്യ അമ്മാളു, MG എന്ന് ഫർസാന നൗഫൽ, വൈശാഖ് ജെ കേരള, ശ്യാം സൂർബ കാലിക്കറ്റ് സർവകലാശാല എന്ന് ജയേഷ് കൊല്ലൻ കണ്ടി, ശ്രീ ശങ്കരാചാര്യ എന്ന് അജിത് രാജ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്ന് ജയശ്രീ ജോൺ, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് എന്ന് ജിഷ റിജോ. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. നിഷ റോസ് ശ്രീശങ്കര, നിഷാദ് ബാല ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി. ഉത്തരം തന്നെയാണ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്. അതാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്. ആദ്യം പൂർണ്ണമായ ഉത്തരം പറഞ്ഞത് ജിഷ റെജോ ആണ് എനിക്കിവിടെ കാണിക്കുന്നത്. വേറെ ആരുടെങ്കിലും പേര് മുഴുവനായിട്ട് ഉത്തരം ഉണ്ടെങ്കിൽ പറയണേ. ജിഷയ്ക്കാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഈ ഡയലോഗ് മോഹൻലാലിന്റെ ഏത് സിനിമയിൽ നിന്നുള്ളതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഡയലോഗ് ഇതാണ്: അവൻ കൊല്ലാൻ ശ്രമിക്കും, ഞാൻ ചാവാതിരിക്കാനും. മോഹൻലാലിന്റെ ഏത് സിനിമയിൽ നിന്നുള്ള ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. അവൻ കൊല്ലാൻ ശ്രമിക്കും, ഞാൻ ചാവാതിരിക്കാനും. മോഹൻലാലിന്റെ ഏത് സിനിമയിൽ നിന്നുള്ള ഡയലോഗാണെന്നുള്ളതാണ് ചോദ്യം. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ 1/2 പോയിന്റ് താഴെ ഒന്ന് ഇല്ല, തരില്ല. മുഴുവൻ ഉത്തരം പറഞ്ഞ ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. താഴ്വാരം എന്ന് ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ. അനീഷ് മിഡ്ലാൻഡ്, ശ്രീദേവി നമ്പ്യാർ, വൈശാഖ് ജയശ്രീ ജോൺ, KK ജയേഷ്, സൗമ്യ അമ്മാളു, ജീസ് കൈതാരം, ഷബാന ബീഗം, ശ്യാം സൂർബ, അജിത് രാജിഷ് തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. ജിഷ രജുവിനത് നാട്ടുരാജാവാണ്. സഹ്ല യാസറിന് താഴ്വാരം, സായ് അജിത്തിന് താഴ്വാരം, നിഷ റോസിന് താഴ്വാരം. ഉത്തരം ശരിയാണ്. താഴ്വാരം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഡയലോഗാണ് അവൻ കൊല്ലാൻ ശ്രമിക്കും, ഞാൻ ചാവാതിരിക്കാനും. അപ്പോൾ ഇതിന്റെ ഉത്തരം ആദ്യം പറഞ്ഞത് ഈ ഫേസ്ബുക്ക് ഉത്തരങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ചാടിപ്പോകുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എനിക്കിതിൽ കാണിക്കുന്നത് അനീഷ് മിഡ്ലാൻഡ് ആണ്. വേറെ ആരെങ്കിലും അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? കഥാപാത്രം ബാലൻ എന്ന് ശ്യാം സോർബ് പറയുന്നു. ഞാൻ സിനിമയുടെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ കേട്ടോ. അപ്പൊ സിനിമയുടെ പേര് ആദ്യം പറഞ്ഞ ആൾക്കാണ് പോയിന്റ് എടുക്കുന്നത്. അനീഷ് മിഡ്ലാൻഡ് ആണ് എനിക്കിവിടെ കാണിക്കുന്നത്. വേറെ ആരെങ്കിലും ആദ്യം പറഞ്ഞിട്ടുണ്ടോ? അനീഷ് മിഡ്ലാൻഡ് ആണെന്ന് ഫർസാന നൗഫലും പറയുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? സാധാരണ മോഹൻലാൽ പല സിനിമകളിലും പാട്ട് പാടിയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഞാൻ ഈ പറയുന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല. പക്ഷെ മോഹൻലാൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേറെയും സിനിമകൾ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പം ഞാൻ പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത, ഈ സിനിമയിൽ മോഹൻലാലിന്റെ ശബ്ദം, ആ ശബ്ദത്തിന് അഭിനയിച്ചിരിക്കുന്നത് അബ്ബാസ് എന്നുള്ള നടനാണ്. സിനിമയുടെ പേരെന്താണ്? ചോദ്യം സിനിമയുടെ പേരാണ്. പാട്ടിന്റെ പേര് പലരും പറയുന്നുണ്ട്. നമുക്ക് സിനിമയുടെ പേരാണ് വേണ്ടത്. കൈതപ്പൂവിൻ എന്ന് ജയശ്രീ ജോൺ പറയുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടും എന്ന് സഹല യാസർ, അജിത് രാജ്, അനീഷ് മിഡ്ലാൻഡ്, KK ജയേഷ്, ലക്ഷ്മി നാരായണൻ,
തുടങ്ങിയവർ പറയുന്നുണ്ട്. സൗമ്യ അമ്മാളു, കൈതപ്പൂ, ജിഷ റിജു, കണ്ണെഴുതി പൊട്ടും തൊട്ട്, അജിത് രാജ്, അബ്ബാസ്, എല്ലാവരും എല്ലാ ഉത്തരങ്ങളും വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിട്ടുണ്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന് നിഷിബായ നിഷി, കൈതപ്പൂവിൽ നിന്ന് ആശാറോസ് ഷൈജു, ജൂല വീപ് ഗോപാൽ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, സൗമ്യ അമ്മാളു, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ശ്രീദേവി നമ്പ്യാർ നെറ്റ് പ്രശ്നമാണ് ഇവിടെയെന്ന്, അത് നെറ്റ് കൊണ്ടായിരിക്കാം കമന്റ് വൈകി വരുന്നത്. ആശാറോസ് ഷൈജു കണ്ണെഴുതി പൊട്ടും തൊട്ട്, നിഷ റോസ് കണ്ണെഴുതി പൊട്ടും തൊട്ട്. അപ്പോൾ ചോദ്യം സിനിമയുടെ പേരായിരുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കൈതപ്പൂവിൻ കന്നിക്കുതുമ്പിൽ തൊട്ടില്ല അങ്ങനെയല്ലേ. അപ്പോൾ അബ്ബാസും മഞ്ജു വാര്യരുമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ആദ്യ ഉത്തരം പറഞ്ഞത്, അത് കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സഹല യാസറാണ് എനിക്ക് കാണിക്കുന്നത്. സഹലയാണോ അതിന് മുമ്പ് വേറെ ആരെങ്കിലും കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന് പറഞ്ഞിരുന്നോ എന്നൊന്ന് നോക്കി പറയണേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മോഹൻലാലിനെ മലയാളികൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നത് ലാലേട്ടൻ എന്നാണ്. പക്ഷെ മോഹൻലാലിന് ആ പേര് വരാൻ കാരണമായത് വേറൊരു സിനിമയിലെ കഥാപാത്രത്തിൽ ഉള്ള പേരാണ്. ആ സിനിമയുടെ പേരെന്താണ്? മോഹൻലാലിനെ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന സിനിമ ഏതാണ്? ആദ്യം പറഞ്ഞ സഹലെന്ന് ജയശ്രീ ജോൺ, സഹലയ്ക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മോഹൻലാലിന് ലാലേട്ടൻ എന്ന വിളിപ്പേര് വരാനുള്ള കാരണമായ സിനിമയുടെ പേരെന്താണ്? നെറ്റും പ്രശ്നം, ക്വിസ് മാസ്റ്റർ എന്ന് അജിത് രാജ്, അത് ശരി വെച്ചിട്ടുണ്ട്. കെ ജയേഷ് സർവകലാശാല, മഹേഷ് ശിവരാമപിള്ള സർവകലാശാല, ഒരു ദീർഘം കൂടുതലാണ്. അനീഷ് മിഡ്ലാൻഡ് സർവകലാശാല, ശ്രീദേവി നമ്പ്യാർ സർവകലാശാല, സഹല യാസർ അങ്കിൾ ബൺ അല്ല, അങ്കിൾ ബണ്ണിൽ ലാൽ എന്നല്ല മോഹൻലാലിന്റെ പേര്. സൗമ്യ അമ്മാളു സർവകലാശാല, ജയശ്രീ ജോൺ സർവകലാശാല, ജീസ് കൈതാരം സർവകലാശാല, വൈശാഖ് ജയ് പറയുന്നു മോഹൻലാൽ. ഇത് ഈ അടുത്തിറങ്ങിയ മോഹൻലാൽ അല്ലേ. സായി അജിത്ത് സർവകലാശാല, സജി സർവകലാശാല. എവിടെ ചോദ്യം അജിത് രാജ് കേട്ടില്ലേ? ലാലേട്ടൻ എന്നുള്ള വിളിപ്പേര് മോഹൻലാലിന് വരാൻ കാരണമായ സിനിമയുടെ പേരാണ് ചോദിച്ചത്. സർവകലാശാലയിൽ നിന്ന് ആശാറോസ് ഷൈജു, നിഷ റോസ്, ബിനു മാത്യു, അതിരുകാക്കും മലയൊന്നു തുടുത്തേ, സജി പറയുന്നു. അത് തന്നെയാണ് ഉത്തരം. സർവകലാശാല എന്നുള്ള മോഹൻലാൽ ചിത്രത്തിലെ മോഹൻലാലിനെ ആ സിനിമയ്ക്കകത്ത്, അതൊരു കോളേജ് ബേസ്ഡ് സിനിമയാണ്, അതിനകത്ത് അവിടുത്തെ കുട്ടികളൊക്കെ വിളിക്കുന്നത് ലാലേട്ട എന്നാണ്. പുള്ളി സീനിയറാണ് കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു വീണ്ടും PG എടുക്കുന്ന ക്യാരക്ടറാണ് അതിനകത്ത്. അപ്പം അതുകൊണ്ട് ബാക്കിയെല്ലാം ചെറിയ പിള്ളേരായതുകൊണ്ട് അവരെല്ലാവരും ലാലേട്ട എന്നാണ് അതിനകത്ത് ഈ കഥാപാത്രം വിളിക്കുന്നത്. അതിനുശേഷമാണെന്ന് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിലും ആരാധകരും ഒക്കെ ലാലേട്ട എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ സർവകലാശാല എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് അതൊരു പ്രശ്നമാണ്. നോക്കട്ടെ, സർവകലാശാല എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് ആരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണിക്കുന്നില്ല, എൻ്റെ കമന്റ് ഓടിപ്പോകുന്നു. സർവകലാശാല എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് ആരാദ്യം പറഞ്ഞത്? മഹേഷ് ശിവരാമപിള്ളയാണ് എനിക്ക് കാണിക്കുന്നത് ആദ്യം. ജയേഷ് അല്ലേ എന്ന് ജയശ്രീ ചോദിക്കുന്നു. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യൂ. കെ ജയേഷ് എന്ന് ഫർസാന. ഓക്കെ, അപ്പൊ ഫർസാനയും ജയശ്രീയും പറഞ്ഞതുകൊണ്ട് ജയേഷിന് പോയിന്റ് കൊടുക്കുന്നേ. കെ ജയേഷ് എന്ന് ജീസ് കൈതാരും പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, മോഹൻലാലിന്റെ മുഴുവൻ പേരെന്താണ്? മോഹൻലാലിന്റെ മുഴുവൻ പേരെന്താണ്? ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമല്ലേ, പെട്ടെന്ന് ഉത്തരം പറയൂ. സർവകലാശാലയും യുവജനോത്സവവും മോഹൻലാൽ സിനിമയാണ്. അതെ, നാലുകെട്ടും നടുമുറ്റവുമുള്ള ഒരു empty തറവാടാണ് എനിക്ക് ഈ കോളേജ്. ഞാൻ ഈ കോളേജിലെ വലിയേട്ടനും ലാലേട്ടൻ. ആ കോളേജിലാണ് ഞാൻ പഠിച്ചത് കേട്ടോ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. അവിടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഉത്തരം മോഹൻലാൽ നായർ എന്ന് ജയശ്രീ ജോൺ പറയുന്നു. നിങ്ങളുടെ കാര്യം ഇനി എടുക്കാനുണ്ടായില്ല ജയശ്രീ ജോൺ, വേഗം രക്ഷപ്പെട്ടോ. സൗമ്യ അമ്മാളു, മോഹൻലാൽ വിശ്വനാഥൻ നായർ, മോഹൻലാൽ വിശ്വനാഥൻ എന്ന് ശ്രീദേവി നമ്പ്യാർ, മോഹൻലാൽ വിശ്വനാഥൻ മേനോൻ
എന്നാ പിന്നെ വർമ്മയും നമ്പൂരി എല്ലാരെയും അങ്ങ് വെക്കായിരുന്നു. മോഹൻലാൽ വിശ്വനാഥൻ എന്ന് കെ ജയേഷ്, സഹല യാസർ എല്ലാവരും പറയുന്നുണ്ട്. മോഹൻലാൽ വിശ്വനാഥൻ എന്നുള്ളതാണ് മോഹൻലാലിന്റെ മുഴുവൻ പേര്. ആദ്യ ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണോ? നോക്കട്ടെ. മോഹൻലാൽ വിശ്വനാഥൻ എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണ്. ശ്രീദേവിക്ക് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നു. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണേ. ഈ ഡയലോഗ് മോഹൻലാലിന്റെ ഏത് സിനിമയിൽ ഏത് കഥാപാത്രം പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. ഡയലോഗ് ഇതാണേ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയാലോ ഒരു വെറൈറ്റിക്ക് എന്ന് ഷബാന ബീഗം ചോദിക്കുന്നുണ്ട്. സൗമ്യ അമ്മാളുമാണ് ആദ്യ ഉത്തരം പറഞ്ഞത് എന്ന് ജയശ്രീ ജോൺ പറയുന്നത്. എനിക്കിവിടെ പക്ഷെ ശ്രീദേവി നമ്പ്യാരാണ് കാണിക്കുന്നത്. ആരെങ്കിലും ഒരാൾ കൂടി ഒന്ന് കൺഫേം ചെയ്യണേ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും പറയണം. സൗമ്യ അമ്മാളും ആണോ നേരത്തെ ഉത്തരം ആദ്യം പറഞ്ഞത് എന്നുള്ളത് ആരെങ്കിലും ഒന്നുകൂടി കൺഫേം ചെയ്യണേ. ആരെങ്കിലും ഒരാൾ കൂടി. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഏത് സിനിമ, ഏത് കഥാപാത്രം? ചിത്രം എന്നുള്ള ഉത്തരം വരുന്നുണ്ട്. കഥാപാത്രത്തിന്റെ പേരുകൂടി വേണം നമുക്ക്. ചിത്രം എന്ന് ജയശ്രീ ജോൺ, മഹേഷ് ശിവരാമപിള്ള തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. നിഷിബ എം നിഷി, ലക്ഷ്മി നാരായണൻ, ചിത്രം, വിനു. വിനു എന്നുള്ള താളവട്ടത്തിലെ പേരാണ് മോഹൻലാലിന്റെ. സ്റ്റമേഷ് പെരുമ്പിലാവ്, ചിത്രം വിഷ്ണു. സൗമ്യ അമ്മാളു, ചിത്രം വിഷ്ണു. ചിത്രം വിഷ്ണു എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ആദ്യം ആര് പറഞ്ഞു എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിപാടി. ആദ്യം പറഞ്ഞത് ചിത്രം വിഷ്ണു എന്ന് ആദ്യം പറഞ്ഞത് ഇപ്രാവശ്യം സൗമ്യ അമ്മാളു ആണെന്ന് തോന്നുന്നു അല്ലേ? ആരാണ്? ഒന്ന് കൺഫേം ചെയ്യാമോ? ചിത്രം, വിഷ്ണു, ഇത് രണ്ടും കൂടി പറയണം. അതോ ജയശ്രീ ജോൺ തന്നെയാണോ? സിനിമയുടെ പേരും കഥാപാത്രവും പറയണമെന്ന് ഞാൻ ഡയലോഗ് പറയുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചിരുന്നു. സിനിമയുടെ പേരും കഥാപാത്രവും. അനീഷ് മിഡ്ലാൻഡ് ആണ് ആദ്യം ഒന്ന്. ജയശ്രീ ജോൺ. ഓക്കെ, അനീഷ് മിഡ്ലാൻഡിന് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നേ. അപ്പൊ പോയിന്റ് നില ഇങ്ങനെയാണ്. ശ്രീദേവി നമ്പ്യാർ 3 പോയിന്റ്, കെ ജയേഷ്, അനീഷ് മിഡ്ലാൻഡ് 2 പോയിന്റ് വീതം, സഹല യാസറിനും 2 പോയിന്റ്, ജീസ് കൈതാരം, ജയശ്രീ ജോൺ, വിമിത, ജിഷ റിജു, നിഷാദ് ബാല തുടങ്ങിയവർക്ക് ഓരോ പോയിന്റ് വീതം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, (2009) മോഹൻലാലിന് ടെറിട്ടോറിയൽ ആർമിയിൽ ഒരു സ്ഥാനം ഓണററിയായി കൊടുത്തു. ആ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ആ പദവി എന്താണ്? ടെറിട്ടോറിയൽ ആർമിയിൽ 2009 മോഹൻലാലിനൊരു ഓണററി ആയിട്ടുള്ള ഒരു പദവി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ പദവി എന്താണ്? മോഹൻലാലിന്റെ മുഴുവൻ പേരിന് ഉത്തരം പറഞ്ഞത് സൗമ്യ അമ്മാളുവിന് പോയിന്റ് കൊടുക്കുമെന്ന്. ആർക്കാ ഞാൻ കൊടുത്തത്? സൗമ്യ അമ്മാളുവിനല്ലേ കൊടുത്തത്? ഞാനൊരു കാര്യം ചെയ്യാം, അത് സൗമ്യക്ക് കൂടി ഒരു പോയിന്റ് കൊടുക്കുന്നേ. ആർക്കാത് കൊടുത്തതെന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, മേജർ ജനറൽ എന്ന് നിഷ റോസ് പറയുന്നു. അതിൽ നായരുണ്ട്, പേരിലില്ല. നായരുണ്ട് എന്നാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം വിശ്വനാഥൻ എന്ന് മാത്രമേ പേരുള്ളൂ, നായർ എന്ന് പേരിലില്ല. ലെഫ്റ്റനന്റ് കേണൽ എന്ന് ഫർസാന നൌഫൽ പറയുന്നു. ലെഫ്റ്റനന്റ് കേണൽ എന്ന് അഞ്ജു രഞ്ജിമ, കേണൽ എന്ന് നിഷ റോസ്, ജിഷ റിജു, ജലജ നാരായണൻ, കുറെ പേര് ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം ലെഫ്റ്റനന്റ് കേണൽ ആണ്. ലെഫ്റ്റനന്റ് കേണൽ എന്നുള്ള പദവിയാണ് ഓണററി ആയിട്ട് മോഹൻലാലിന് 2009 ടെറിട്ടോറിയൽ ആർമി നൽകിയത്. ആദ്യം പറഞ്ഞത് അത് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടേനെ. ഞാൻ ഒരേ സമയം ലാപ്ടോപ്പിലും ഫോണിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എനിക്ക് തോന്നുന്നു സൗമ്യ അമ്മാളുവാണോ? അല്ല, കേണൽ എന്നുള്ള ഉത്തരം, ലെഫ്റ്റനന്റ് കേണൽ എന്ന ഉത്തരം വേണം. കെ ജയേഷ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആണോ? ആദ്യം പറഞ്ഞ ജയേഷ്, അതെ.
ഓക്കെ, അപ്പൊ ജയേഷിനാണ് ചോദ്യം, ഈ ഉത്തരത്തിനുള്ള പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ എന്ന പദവിയാണ് മോഹൻലാൽ വഹിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഈ ഡയലോഗ് മോഹൻലാൽ ഏത് സിനിമയിൽ ഏത് കഥാപാത്രമായി പറഞ്ഞു? സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും പറയണം. ഡയലോഗ് ഇതാണ്: കുറെ കൊച്ചു വാശികളും കുറച്ച് അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും, അതാ ഞാൻ. ഉത്തരം ആദ്യം കാണുമ്പോൾ നോട്ട് ചെയ്യുക എന്നതാണ് എൻ്റെ ട്രിക്ക്. താങ്ക് മീ ലേറ്റർ. ശ്രമിക്കാം. ഞാനല്ലേ ആദ്യം പറഞ്ഞത് ലക്ഷ്മി നാരായണ. ലക്ഷ്മി, അത് FB പലപ്പോഴും നമ്മുടെ കമന്റാണ് ആദ്യം കാണിക്കുക. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കൂ. ചോദ്യം കേട്ടല്ലോ എല്ലാവരും? ഉത്തരം വന്നില്ല. കുറെ കൊച്ചു വാശികളും കുറച്ച് അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും, അതാണ് ഞാൻ. ചന്ദ്രോത്സവം ശ്രീഹരി എന്ന് മഹേഷ് ശിവരാമപിള്ള പറഞ്ഞിട്ടുണ്ട്. സ്പിരിറ്റ് രാമനാഥൻ എന്ന് വൈശാഖ് ജയ്. നല്ല പരിചയമുള്ള ഡയലോഗ് എന്ന് ജയശ്രീ ജോണ. കാണും, നല്ല പരിചയം കാണും. ശ്രീദേവി നമ്പ്യാർ, ദേവാസുരം നീലൻ, തൂവാനത്തുമ്പികളെന്ന് നിഷ റോസ്. പോരട്ടെ, ഉത്തരങ്ങൾ പോരട്ടെ. ഡയലോഗ് ഒന്നുകൂടി പറയാം. കുറെ കൊച്ചു വാശികളും കുറച്ച് അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും, അതാ ഞാൻ. മംഗലശ്ശേരി നീലകണ്ഠൻ, ദേവാസുരം എന്ന് KK ജയേഷ്, വൈശാഖ് ജയ്. എൻ്റെ നോർമൽ ടെക്സ്റ്റ് നേരത്തെ വരുന്നുണ്ടല്ലോ എന്ന് വൈശാഖ് ജയ്. അബ്നോർമൽ ടെക്സ്റ്റ് എന്താ അപ്പോ? മനസ്സിലായില്ല കേട്ടോ. ചന്ദ്രോത്സവം ശ്രീഹരി എന്ന് സൗമ്യ മാളു. മംഗലശ്ശേരി നീലകണ്ഠൻ, ദേവാസുരം എന്ന് KK ജയേഷ്. വരട്ടെ, ഉത്തരം വരട്ടെ. ഒന്നുകൂടി പറയാം. കുറെ കൊച്ചു വാശികളും കുറച്ച് അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും, അതാണ് ഞാൻ. ആരാണ് ഞാൻ? ആൻസർ ലേറ്റ് ആണെന്ന്. നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും വൈശാഖ്. തൂവാനത്തുമ്പികൾ ജയചന്ദ്രൻ, സൗമ്യ അമ്മാള് പറയുന്നു. ജയകൃഷ്ണൻ തൂവാനത്തുമ്പികൾ എന്ന് നിഷ റോസ് പറയുന്നു. ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കെല്ലാവരും. ചന്ദ്രോത്സവം ശ്രീഹരി, സ്പിരിറ്റ് രാമനാഥൻ, ജയകൃഷ്ണൻ തൂവാനത്തുമ്പികൾ, ചന്ദ്രോത്സവം ശ്രീഹരി. ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ആരോ കൂടോത്രം ചെയ്ത് കാണുമെന്ന് വൈശാഖ് ജയ്. ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. രാജസ്ഥാനിലൊക്കെ പ്രത്യേക കൂടോത്രം ഉണ്ടോ? ഇതിനെക്കുറിച്ചൊരു ബ്ലോഗ് എഴുതാവോ? രാജസ്ഥാനിലെ പ്രത്യേക കൂടോത്രങ്ങൾ, കേരളവുമായുള്ള രാജസ്ഥാൻ ബന്ധം. എനിക്ക് ഉത്തരം ഇതാണ്. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ ജയകൃഷ്ണൻ എന്ന മോഹൻലാൽ കഥാപാത്രം പറയുന്നതാണ് ഈ ഡയലോഗ്. നിഷിബ M നിഷിയാണ് എനിക്ക് കാണിക്കുന്നത്, അതോ നിഷ റോസ് ആണോ? ആരാണ് ആദ്യം മുഴുവൻ ഉത്തരം പറഞ്ഞത്? തൂവാനത്തുമ്പികൾ ഞാൻ കണ്ടിട്ടില്ലെന്ന് അഞ്ജു രഞ്ജിമ. ഗെറ്റ് ഔട്ട് ഓഫ് ദി ഹൗസ് എന്നാണ് പറയേണ്ടത്. മണ്ണാറത്തൊടി ജയകൃഷ്ണൻ തൂവാനത്തുമ്പികൾ എന്ന് ജീസ് കൈതാരം. ജയകൃഷ്ണൻ തൂവാനത്തുമ്പികൾ. ഈ ഉത്തരം ആദ്യം പറഞ്ഞത് നിഷ റോസ് ആണോ നിഷിബയാണോ? ആരെങ്കിലും ഒന്ന് നോക്കി പറയോ? ആദ്യം ഏത് സിനിമയാണെന്ന് മാത്രം അല്ല, ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ടല്ലോ. അതെന്താ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? സിനിമ ഏതാണ്, കഥാപാത്രം ഏതാണ്, ഇത് രണ്ടും ചോദിച്ച ശേഷമാണ് ഞാൻ ഡയലോഗ് പറഞ്ഞത്. സിനിമയും കഥാപാത്രത്തിന്റെ പേരും ഞാൻ ചോദിച്ചായിരുന്നു. മുഴുവൻ പേര് പറഞ്ഞതിന് 1/2 പോയിന്റ് തരുമെന്ന്. ആദ്യം പറഞ്ഞ ആൾക്കാണ് പോയിന്റ്. നിഷ റോസ് ആണ് ആദ്യം ഏത് സിനിമയാണ് എന്ന് മാത്രമാണ് ചോദിച്ചത്. കേൾക്കുന്നില്ല കമ്പിളി പതിപ്പ്. നിഷിബ രണ്ടും പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷിബയ്ക്ക് ഞാൻ പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. മോഹൻലാൽ വിശ്വനാഥൻ MGR. ഉത്തരം ഒന്നുകൂടെ ചെക്ക് ചെയ്യണേ. എൻ്റെ പേരാണ് കാണിക്കുന്നത്. അതെ, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണേ. കാരണം FB എപ്പോഴും നമ്മുടെയാണ് ആദ്യം കാണിക്കുക കമന്റ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കാണിക്കുന്നത്. എനിക്കിവിടെ ഞാൻ 2 സ്ഥലത്ത് നോക്കുന്നുണ്ട്, പിന്നെ വേറൊരാളെ കൊണ്ട് കൺഫേം ചെയ്യിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ പോയിന്റ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം. മോഹൻലാൽ ഡബിൾ റോളിൽ അഭിനയിച്ച 5 സിനിമയുടെ പേര് പറയണം.
5 ഒരുമിച്ച് കമന്റ് ചെയ്യണേ. ഓരോന്നോരോന്നായി കമന്റ് ചെയ്താൽ ഞാൻ മാർക്ക് തരില്ല. മോഹൻലാൽ ഡബിൾ റോളിൽ അഭിനയിച്ച 5 സിനിമകൾ. റീവാലുവേഷൻ അപ്ലൈ ചെയ്യുക, ഫീസ് അടച്ചെന്ന് ജീസ് കൈതാരം പറയുന്നുണ്ട്. എവിടെ? ആർക്കും ഉത്തരവില്ലേ? അതെന്താ ആർക്കും ഉത്തരവില്ലാത്തത്? 5 പേരും അടിച്ചു വരുന്നതുകൊണ്ട് സമയം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. മോഹൻലാൽ ഡബിൾ റോൾ ചെയ്ത, അതായത് ഇരട്ട വേഷം ചെയ്ത 5 സിനിമകൾ. പോരട്ടെ. 5 കൂടി ഒരുമിച്ചടിക്കണേ, എന്നാലേ എനിക്ക് പോയിന്റ് തരാൻ പറ്റുള്ളൂ. ഫോട്ടോഗ്രാഫർ, മായാമയൂരം, ശോഭരാജ്, 10-ാം ഉദയം, 4 ആയുള്ളൂ. ഫോട്ടോഗ്രാഫറിൽ മോഹൻലാൽ ഡബിൾ റോളാണോ? ഓർക്കുന്നില്ല. ഫോട്ടോഗ്രാഫർ, മായാമയൂരം, ശോഭരാജ്, 10-ാം ഉദയം എന്നാണ് ജയേഷ് കൊല്ലങ്കണ്ടി പറഞ്ഞിട്ടുള്ള ഉത്തരം. നമുക്ക് 5 സിനിമകൾ വേണേ. സൗമ്യ അമ്മാളു, ഉടയോൻ, മായാമയൂരം, ശോഭരാജ്, 10-ാം ഉദയം, ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫറിൽ മോഹൻലാൽ ഡബിൾ റോളാണല്ലേ? ഞാൻ എത്ര ഓർക്കുന്നില്ല. ഫോട്ടോഗ്രാഫർ, മായാമയൂരം, 10-ാം ഉദയം, രാവണപ്രഭു, ഉടയോൻ. ജയശ്രീ. ദേവാസുരം, മായാമയൂരം, നിഷാറോസ്. മായാമയൂരം, പാദമുദ്ര, ഫോട്ടോഗ്രാഫർ, 10-ാം ഉദയം, ഉടയോൻ. ജീസ് കൈതാരം. ഓരോന്നായിട്ട് ഇടരുതേ, 5 കൂടി ഇടണേ. ശ്രീദേവ് നമ്പ്യാർ, മായാമയൂരം, രാവണപ്രഭു, ഉടയോൻ, മലക്കോട്ടെ വാലിബൻ, ഇരുവർ. ക്വിസ് സമയം കൃത്യം നോക്കി ഫുഡ് ചോദിക്കുന്ന എൻ്റെ പിള്ളേർ. സ്കൂള് തുറക്കട്ടെ കാണിച്ചു തരാമെന്ന് ജിഷ രജു. ഓരോരോ ബുദ്ധിമുട്ടുകളല്ലേ ജിഷ. 10-ാം ഉദയം, മായാമയൂരം, ഉടയോൻ, ഫോട്ടോഗ്രാഫർ എന്ന് വിനോ മാത്യു. 4 ആയുള്ളൂ. 5 എണ്ണം ഞാൻ ചോദിച്ചത്. 5 ഒരുമിച്ച് പറഞ്ഞ ആൾക്കാണ് ഞാൻ പോയിന്റ് കൊടുക്കുക. എനിക്കിവിടെ കാണിക്കുന്നത് സൗമ്യ അമ്മാളുമാണ് ആദ്യം 5 ഉത്തരം പറഞ്ഞത് അല്ലെ? ഉടയോൻ, മായാമയൂരം, ശോഭരാജ്, 10-ാം ഉദയം, ഫോട്ടോഗ്രാഫർ. മായാമയൂരം, രാവണപ്രഭു, എന്തോന്നത്? ശോഭരാജ്, വൈശാഖ് ജയ്. ഭയങ്കര ടൈപ്പ് ആയിപ്പോയി. നിമ്മി എബ്രഹാം, 10-ാം ഉദയം, മായാമയൂരം, രാവണപ്രഭു, ഉടയോൻ, വാലിബൻ. പാദമുദ്രയാണോ ഈ അടിച്ചു വെച്ചത്? വൈശാഖ് ജയ്. രാവണപ്രഭു, ഇട്ടിമാണി, ഉടയോൻ, മായാമയൂരം, നാടോടി എന്ന് നിഷിവായം നിഷി. മായാമയൂരം, രാവണപ്രഭു, ഉടയോൻ, 10-ാം ഉദയം. വേറെ കിട്ടിയില്ല. അങ്ങനെ ഒരു സിനിമയുണ്ടോ? അഞ്ജുരഞ്ജിമ. മായാമയൂരം, 10-ാം ഉദയം, ഉടയോൻ, രാവണപ്രഭു, ശോഭരാജ് എന്ന് ജലജ നാരായണൻ. ഉത്തരം വന്നിട്ടുണ്ട്. പലരും പല 5 എണ്ണമാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ആദ്യം 5 എണ്ണം കിട്ടിയത് സൗമ്യ അമ്മാളുവിൻ്റെയാണ്. ഉടയോൻ, മായാമയൂരം, ശോഭരാജ്, 10-ാം ഉദയം, ഫോട്ടോഗ്രാഫർ. അപ്പൊ സൗമ്യ അമ്മാളുവിനൊരു പോയിന്റ് കൊടുക്കുന്നേ. അപ്പോ ഈ ഏറ്റവും അടുത്തിറങ്ങിയ മോഹൻലാലിന്റെ ഇരട്ട റോളുള്ള സിനിമ ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏറ്റവും ലേറ്റസ്റ്റ് ഡബിൾ റോൾ. പെട്ടെന്ന് നമുക്കത് ഡബിൾ റോൾ ആണെന്ന് തോന്നില്ല, പക്ഷേ സിനിമയിൽ ഡബിൾ റോളാണ്. അതിനൊരു പോയിന്റ് തരാൻ ഞാൻ, ആരെങ്കിലും പറയുകയാണെങ്കിൽ. പ്രത്യക്ഷത്തിൽ ഡബിൾ റോളാണെന്ന് തോന്നില്ല, സിനിമ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ. യെസ്, വാലിബൻ. മലയക്കോട്ടെ വാലിബനിൽ മോഹൻലാൽ ഇരട്ട റോളാണ്. പക്ഷേ രണ്ടാമത്തെ മോഹൻലാൽ ഇതുവരെ സിനിമയിൽ അതിൽ അത്ര വന്നിട്ടില്ല. ലാസ്റ്റ് ഒരു സീനിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ഉത്തരം പറഞ്ഞത് അനീഷ് മിഡ്ലാൻഡ് ആണ്. അപ്പൊ അനീഷ് മിഡ്ലാൻഡിന് ഒരു പോയിന്റ് കൊടുക്കുന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പോയിന്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് സൗമ്യ അമ്മാളുവിനാണ് 5 ഇരട്ട റോളുകൾ പറഞ്ഞതിന്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, മോഹൻലാൽ സിനിമയിൽ മാത്രമല്ല നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഭീമനായിട്ട് അഭിനയിച്ച നാടകത്തിന്റെ പേരെന്താണ്? മോഹൻലാൽ ഭീമനായിട്ട് അഭിനയിച്ച നാടകത്തിന്റെ പേരെന്താണ്? പോയിന്റ് നില പറയാമേ. പോയിന്റ് അനീഷ് മിഡ്ലാൻഡ്, കെ ജയേഷ്,
ശ്രീദേവി തുടങ്ങിയവർക്ക് 3 പോയിന്റ്, സഹ്ല യാസറിന് 2 പോയിന്റ്, ബാക്കി 1 പോയിന്റുമായി നിഷിബ, ജീസ്, ജയശ്രീ, വിമിത, ജിഷ റജോ തുടങ്ങിയവർ 3-ാം സ്ഥാനത്ത്. ഓക്കെ. മോഹൻലാൽ ഭീമനായിട്ട് അഭിനയിച്ച നാടകത്തിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. കർണഭാരം, കർണൻ, രണ്ടാമൂഴം, ഛായാമുഖി, കർണാഭരണം. ഛായാമുഖി, കർണഭാരം, ഛായാമുഖി, ഏതിലെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. എനിക്ക് ചായ എന്നേ വരുന്നുള്ളൂ, ഉത്തരം നോക്കണേ എന്ന് ശ്രീദേവി നമ്പ്യാർ. നോക്കട്ടെ, ചായയിലെ ഛ വന്നിട്ടില്ല എന്ന് തോന്നൂലേ. ഉത്തരം ഛായാമുഖി എന്നുള്ളതാണ്. ഉത്തരം ആദ്യം പറഞ്ഞതാരാണ് നോക്കട്ടെ. ശ്രീദേവി നമ്പ്യാരാണ് എനിക്ക് കാണിക്കുന്നത്. ശ്രീദേവിക്ക് 1 പോയിന്റ്. ശ്രീദേവി അല്ല ആദ്യം പറഞ്ഞതെങ്കിൽ നമുക്ക് പോയിന്റ് മാറ്റി കൊടുക്കാം. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഈ ഡയലോഗ് ഏത് സിനിമയിൽ ഏത് കഥാപാത്രം പറഞ്ഞതാണ്? സിനിമ ആൻഡ് ക്യാരക്ടർ രണ്ടും പറയണം. ശ്രീദേവി എന്ന അഞ്ജു, രഞ്ജിമ, ജയശ്രീ ജോൺ. ശ്രീദേവിക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡയലോഗ് ഏത് സിനിമയിൽ ഏത് ക്യാരക്ടർ പറഞ്ഞതാണ് എന്ന് പറയണം. ആ രഹസ്യം ഞാൻ മരിക്കുമ്പോൾ എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരും. ഏത് സിനിമ, ഏത് കഥാപാത്രം? എന്റെ പേരാണ് എനിക്ക് ആദ്യം കാണുന്നത് ഷബാന ബീഗം. ഷബാന FB നമ്മുടെ കമന്റ് ആയിരിക്കും ഏറ്റവും മുകളിൽ കാണിക്കുക. പക്ഷെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ് ചെയ്ത ആൾക്കാരുടെ ഓർഡറിൽ കാണിക്കും. ചോദ്യം ഇതാണ്, ഈ ഡയലോഗ് ഏത് സിനിമയിൽ ഏത് ക്യാരക്ടർ പറഞ്ഞാണെന്നുള്ളതാണ്. ആ രഹസ്യം ഞാൻ മരിക്കുമ്പോൾ എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരും. KK ജയേഷ് പറഞ്ഞിട്ടുണ്ട് ദൃശ്യം, ജോർജ് കുട്ടി, കോർജു കുട്ടി, അത് കലക്കിപ്പോയി. സൗമ്യ അമ്മാളു ദൃശ്യം, മഹേഷ് വരാമപിള്ള ദൃശ്യം, ജോർജ് കുട്ടി. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. ജിഷ റജോ ദൃശ്യാം, ജോർജ് കുട്ടി, സൗമ്യ അമ്മാളു, തോമസ് കുട്ടി. ഏത് നമ്മുടെ ഇൻഹരിഹർ നഗറിലെ തോമസ് കുട്ടിയാണോ സൗമ്യ അമ്മാളു? ദൃശ്യം, ജോർജ് കുട്ടി എന്ന് ജീസ് കൈതാരം, സായി അജിത്ത്, ജോസു കുട്ടി. കഥാപാത്രത്തിന് പല പേരുകളായിപ്പോ. പേര് പെട്ടെന്ന് വന്നില്ലെന്ന് വൈശാഖ് ജെ. ജോർജ് കുട്ടിയുടെ പേര് മറന്നുപോയോ? ജോർജ് കുട്ടി ദൃശ്യം 1 ശ്രീദേവി നമ്പ്യാർ, ദൃശ്യം ജോർജ് കുട്ടി എന്ന് ജലജ നാരായണൻ, ദൃശ്യം ജോർജ് കുട്ടി എന്ന സൗമ്യ അമ്മാളു. ഉത്തരം ശരിയാണ്. ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടി എന്ന മോഹൻലാൽ കഥാപാത്രമാണ് ഈ ഡയലോഗ് പറയുന്നത്. ആദ്യം പറഞ്ഞത് KK ജയേഷ് അല്ലേ? KK ജയേഷിനാണ് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നത്. KK ജയേഷാണ് എനിക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ ദൃശ്യത്തിലെ ഡയലോഗായിരുന്നു അത്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം, മോഹൻലാലിന് ഇതുവരെ എത്ര ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്? മോഹൻലാലിന് ഇതുവരെ എത്ര ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്? നമ്പറാണ്. രണ്ട് എന്ന് മഹേഷ് വരാമപിള്ള, വൈശാഖ് ജയ്, സഹ്ല യാസർ പറയുന്നു 5, ജിഷ റജു പറയുന്നു 3, KK ജയേഷ് പറയുന്നു 4, വിനു മാത്യു പറയുന്നു 2. മോഹൻലാലിന് ഇതുവരെ എത്ര ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്? 5, 3, 3, 4. 2 മികച്ച നടൻ, ഒരു സ്പെഷ്യൽ പരാമർശം എന്ന് ജലജ നാരായണൻ. 2 മികച്ച നടൻ, ഒരു സ്പെഷ്യൽ പരാമർശം എന്ന് ജയശ്രീ. വരട്ടെ, എല്ലാ അക്കങ്ങളും വരുന്നുണ്ട്. മോഹൻലാലിന് എത്ര ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ ചോദ്യം. നാല് അഭിനയത്തിന്, 1 പ്രൊഡ്യൂസർക്ക് എന്ന് ശ്രീദേവി നമ്പ്യാർ, 9 എന്ന് സൗമ്യ അമ്മാളു. ദേശീയ അവാർഡ് 9 എണ്ണോ? ജലജ നാരായണൻ 5.
സൗമ്യ അമ്മാളും 6. എന്തെങ്കിലും ഉറപ്പിക്കുക എല്ലാവരും. 5, 6, 3, 2, അഭിനയത്തിന് 4, പ്രൊഡക്ഷൻ 1 എന്ന് ജയശ്രീ ജോൺ. ഉത്തരം ആരെങ്കിലും ഉറപ്പിക്കൂ. ഉത്തരം 5 എന്നുള്ളതാണ്. 5 ദേശീയ അവാർഡുകളാണ് മോഹൻലാൽ ലഭിച്ചിരിക്കുന്നത്. 4 അഭിനയത്തിനുള്ളതാണ്, 1 പ്രൊഡ്യൂസർ എന്നുള്ള രീതികളാണ്. ഓക്കെ, അപ്പൊ ആരാണ് ഉത്തരം പറഞ്ഞത്? 5 എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞു. എനിക്ക് 5 എന്നുള്ള നമ്പർ മതിയേ. 5 എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് സഹല യാസറാണ് അല്ലേ? സഹലയ്ക്കാണ് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നത്. 5 എന്നുള്ള നമ്പർ വേറെ ആരെങ്കിലും ആദ്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കി പറയണേ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഈ ഡയലോഗ് ഉറപ്പിച്ചു 5 എന്ന് സൗമ്യ അമ്മാളു. അതെ, 5 തന്നെയാണ് ഉത്തരം. 4 അഭിനയത്തിനാണ്, 1 പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും. ഓക്കെ, അടുത്ത ചോദ്യം, ഈ ഡയലോഗ് മോഹൻലാലിന്റെ ഏത് കഥാപാത്രം ഏത് സിനിമയിൽ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. എന്റെ റോൾ, ഇതിനൊരു ഇന്നർ മീനിങ് കൂടി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. കഥാപാത്രത്തിന്റെ പേരും സിനിമയുടെ പേരും രണ്ടും പറയണം. എന്റെ റോൾ അത് മറ്റാർക്കും ഇവിടെ ചെയ്യാൻ പറ്റില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. രാവണപ്രഭു കാർത്തികേയൻ എന്ന് മഹേഷ് ശിവരാമപിള്ള, തന്മാത്ര രമേശൻ നായർ എന്ന് വൈശാഖ് ജെ. അല്ല, ഡയലോഗ് ഒന്നുകൂടി പറയാമേ. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. രാവണപ്രഭു കാർത്തികേയൻ അല്ല, തന്മാത്ര രമേശൻ നായരുമല്ല. താനാരാന്ന് ചോദിച്ചപോലെ ആരാണ് ഈ ഡയലോഗ് പറഞ്ഞത്? എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. അതിലാരെയോ കുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ? ക്ലൂ ചോദിക്കുന്നു ജിഷ റെജോ. ക്ലൂ ഇല്ല. ഈ ഡയലോഗ് ആര് പറഞ്ഞു എന്നുള്ളതിനാണ് ചോദ്യം. സൗമ്യമ്മാള് പറയുന്നു ഗ്രാൻഡ് മാസ്റ്റർ ചന്ദ്രശേഖരൻ അല്ലേ അയാളുടെ പേര്. വാനപ്രസ്ഥം ഗോപി എന്ന് ജീസ് കൈതാരം പറയുന്നു. അലക്സ് ഗന്ധർവൻ എന്ന് ഗാന്ധർവ ആയിരിക്കും ഉദ്ദേശിച്ചു തോന്നുന്നു. ശ്രീദേവി നമ്പ്യാർ. ദേവാസുരം നീലകണ്ഠൻ എന്ന് ജിഷ റെജോ. സൗമ്യ അമ്മാള് പറഞ്ഞ ഉത്തരവാണ് ശരി. ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ചന്ദ്രശേഖർ, IG ചന്ദ്രശേഖർ എന്നുള്ള കഥാപാത്രം പറയുന്ന ഡയലോഗാണിത്. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല, അതിവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ സൗമ്യ അമ്മാളുവിനൊരു പോയിന്റ് കൊടുക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, 2002 മോഹൻലാൽ അഭിനയിച്ച ഹിന്ദി ചിത്രം ഏതാണ്? അത് രാം ഗോപാൽ വർമ്മയുടെ ഒരു സിനിമയാണ്. 2002 മോഹൻലാൽ അഭിനയിച്ച ഹിന്ദി ചിത്രം. റജ സക്കീർ ഭായ് എന്ന് ജിഷ റജു പറയുന്നു. അല്ല, ചന്ദ്രശേഖർ, IG ചന്ദ്രശേഖർ ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ പറയുന്ന ഡയലോഗായിരുന്നു അത്. തേസ് എന്ന് വൈശാഖ് ജയ്. ദിനിൽ നായർ പറയുന്നു കമ്പനി. അനീഷ് മിഡ്ലാൻഡ് പറയുന്നു കമ്പനി. സഹല യാസർ കമ്പനി. ഈസ് കൈതാരം കമ്പനി. സൗമ്യ അമ്മാളു കമ്പനി. ആഗ് എന്ന് വൈശാഖ് ജയ്. ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു ഈ പേരൊക്കെ? AK ജയേഷ് കമ്പനി. ജിഷ റജോ കമ്പനി. ശ്രീദേവി നമ്പ്യാർ ഡി കമ്പനി. കമ്പനി എന്നുള്ളതിനാണ് ഉത്തരം. ഡി കമ്പനി എന്നാണോ സിനിമയുടെ മുഴുവൻ പേര്? കമ്പനി എന്ന് മാത്രമല്ലേ ഉള്ളൂ. കമ്പനി എന്ന് മാത്രമേ ഉള്ളൂ സിനിമയുടെ പേര്. അത് ആദ്യം പറഞ്ഞത് നോക്കട്ടെ ദിനിൽ നായരാണ് എനിക്കിവിടെ കാണിക്കുന്നത്. വേറെ ആരുടെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ. ദിനിൽ നായർക്ക് ഒരു പോയിന്റ്. കമ്പനി എന്നുള്ളതാണ് ഉത്തരം. ഇതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം,
മോഹൻലാലിന് രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. ഏത് വർഷങ്ങളിലാണ് ഇത് കിട്ടിയത്? പത്മശ്രീ ഏത് വർഷം, പത്മഭൂഷൺ ഏത് വർഷം? രാം ഗോപാൽ വർമ്മക്ക ആഗ്. പക്ഷെ അതിൽ മോഹൻലാൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കമ്പനി എന്നുള്ളതായിരുന്നു ഉത്തരം. ഓക്കെ, ആദ്യം പറഞ്ഞ ഡിനിൽ എന്ന് ജയശ്രീ ജോൺ, ഡിനിലിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: രാജ്യം മോഹൻലാലിന് പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. ഏത് വർഷങ്ങളാണ് ഇത് ലഭിച്ചത്? പത്മശ്രീ ഏത് വർഷം, പത്മഭൂഷൺ ഏത് വർഷം? വേഗം വേഗം ഉത്തരം പറയൂ. രണ്ടായിരത്തി 10-16 എന്ന് ജീസ് കൈതാരം, 1-19 എന്ന് മഹേഷ് ശിവരാമ പിള്ള, പത്മശ്രീ 98-ൽ, പത്മഭൂഷൺ 2004 എന്ന് സൗമ്യ അമ്മാളു, ശ്രീദേവി നമ്പ്യാർ ശ്രീ 2001, ഭൂഷൺ 2019. വരട്ടെ ഉത്തരങ്ങൾ വരട്ടെ. രണ്ടായിരത്തി 19 എന്ന് ഡിനിൽ നായർ, ജിഷ റിജോ 2001, 2009, ശ്രീദേവി നമ്പ്യാർ 2001, 2019, നിഷിബ എം നിഷി 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? 2001 പത്മശ്രീ, പത്മഭൂഷൺ 2019. ഉത്തരവ് തന്നെയാണ്. 2001 മോഹൻലാലിന് പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുന്നത്. പത്മഭൂഷൺ നൽകിയത് 2019. ഉത്തരം ആദ്യം പറഞ്ഞത് മഹേഷ് ശിവരാമ പിള്ളയാണ് എന്റെ സ്ക്രീനിൽ. വേറെ ആരെങ്കിലും ആണെങ്കിലും ഒന്ന് പറയണേ. മഹേഷ് അല്ലേ ഉത്തരം ശരിക്കും പറഞ്ഞത്? മഹേഷിന് ഒരു പോയിന്റ്. ഗൂഗിൾ ചെയ്തവരൊക്കെ പോരട്ടെ എന്ന് ജീസ് കൈതാരം. അതെ, ഗൂഗിൾ ഇല്ലായിരുന്നെങ്കിൽ. ഓക്കെ, അടുത്ത ചോദ്യമാണേ: മോഹൻലാലിന് എത്ര സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്? മഹേഷ് എന്ന് ജീസ് കൈതാരം, മഹേഷിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: മോഹൻലാലിന് എത്ര സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്? ചലോ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയോ? മഹേഷാണെന്ന് ജയശ്രീ ജോൺ പറയുന്നു. മഹേഷിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 13 എന്ന് സഹല യാസർ, അനീഷ് മിഡ്ലാൻഡ് 9, ജീസ് കൈതാരം 6, ജിഷ റിജു 8, സഹല യാസർ 11. സഹല കുറച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. സഹല യാസർ 10. 13 ആയിരുന്നു, 11 10. ഇനിയും താഴോ? മഹേഷ് ശിവരാമ പിള്ള 7. എത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. മോഹൻലാലിന് എത്ര സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെ നമ്പറുകൾ വന്നു? 9, 5, 9, 9. ആദ്യമേ പോയി മോഹൻലാലിന്റെ ചരിത്രം എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇനി മമ്മൂട്ടിയുടെ ജന്മദിനം വരട്ടെ എന്ന് ജിഷ റിജോ. അതിന് ഇനിയും കാത്തിരിക്കണം. സെപ്റ്റംബറിലാണ് മമ്മൂട്ടിയുടെ ജന്മദിനം. മോഹൻലാലിന് എത്ര സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 9 ആണ്. 9 സ്റ്റേറ്റ് അവാർഡ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതില് 1, 2, 6 പ്രാവശ്യം മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 5 പ്രാവശ്യം സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 9 അവാർഡുകളാണ്. പിന്നൊന്ന് സെക്കൻഡ് ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡ് 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. 9 അവാർഡുകളാണ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ളത്. ആദ്യ ഉത്തരം പറഞ്ഞത് ആരാണ്? 9 എന്നുള്ള ഉത്തരം പറഞ്ഞത് അനീഷ് മിഡ്ലാൻഡ് അല്ലേ? അനീഷിനാണ് ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. അടുത്ത ചോദ്യം: ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി, അതായത് ബാങ്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആണ് മോഹൻലാൽ എന്നുള്ള പദവിയിലേക്ക് മോഹൻലാൽ എത്തിയത് ഏത് വർഷമാണ്? ആ വർഷം ഒരുപാട് സൂപ്പർ ഹിറ്റ്സും ബ്ലോക്ക് ബസ്റ്റേഴ്സും മോഹൻലാലിനുണ്ടായിരുന്നു. അങ്ങനെയാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നത്. ഏത് വർഷമാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്തിയത്? രാജാവിന്റെ മകൻ എന്ന് വൈശാഖ് ജയ്. രാജാവിന്റെ മകൻ ആ വർഷത്തെ ടോപ്പ് ഗ്രോസർ സിനിമയായിരുന്നു. പക്ഷെ വർഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം. രാജാവിന്റെ മകൻ 1980. എന്റെ ചോദ്യം വർഷമാണ്. ഏത് വർഷമാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്.
1989 എന്ന് സഹല യാസർ, വൈശാഖ് ജയ്, മഹേഷ് ശിവരാമപിള്ള. 86 എന്ന് ജയശ്രീ ജോൺ. ആ വർഷം ഒരുപാട് സിനിമ മോഹൻലാലിന്റെ വിജയിച്ചിരുന്നു. അതായത് ബാക്ക് ടു ബാക്ക് ആയിട്ട് വിജയിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ വർഷത്തോടുകൂടി മോഹൻലാലിനെ ഒരു ബാങ്കബിൾ ആക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നത്. ഉത്തരം 1986 രാജാവിന്റെ മകനാണ് ആ വർഷത്തെ ടോപ്പ് ഗ്രോസർ. അത് മോഹൻലാലിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ മാത്രമാണ് ആ വർഷത്തെ. വേറെയും ഒരുപാട് സിനിമകൾ മോഹൻലാൽ ആ വർഷം ബോക്സ് ഓഫീസിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 1986 എന്നുള്ളതാണ് ഉത്തരം ശരി. എനിക്ക് ആദ്യത്തെ ഉത്തരം മഹേഷ് ശിവരാമപിള്ള തന്നു എന്നാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പൊ ഞാൻ മഹേഷിനാണ് ഒരു പോയിന്റ് കൊടുക്കുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് മാറ്റി പറയണേ. അപ്പൊ അടുത്ത ചോദ്യം, നമ്മുടെ സമയം കഴിയാറായി. അടുത്ത ചോദ്യം, മോഹൻലാൽ ഒരു കഥകളി നടനായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേരെന്താണ്? സിനിമയുടെ പേര് മാത്രമാണ് ചോദിക്കുന്നത്. മോഹൻലാൽ കഥകളി നടനായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേരെന്താണ്? പെട്ടെന്ന് വരട്ടെ. വാനപ്രസ്ഥം എന്ന് എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. സഹല യാസർ, വൈശാഖ് ജയ്, അനീഷ് മിഡ്ലാൻഡ്, ദിനിൽ നായർ, ശ്രീദേവി നമ്പ്യാർ, മഹേഷ് ശിവരാമപിള്ള, എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. സൗമ്യ അമ്മാളു, ജിഷ രജു, ലക്ഷ്മി നാരായണൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം ശരിയാണ്. വാനപ്രസ്ഥം എന്നുള്ള ചിത്രം തന്നെയാണ്. എനിക്ക് മഹേഷ് ശിവരാമപിള്ളയാണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ മഹേഷിന് ഒരു പോയിന്റ് കൊടുക്കുന്നേ. അപ്പോ ഒരു ചോദ്യം കൂടി എൻ്റെ അടുത്തുള്ളൂ. അതുകൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ക്വിസ് നിർത്താം. ഗപ്പ് ആര് കൊണ്ടുപോകുന്നു എന്നുള്ളത് പറയാം. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ ശരി ഉത്തരം പറഞ്ഞ നിന്നാണ് കിട്ടിയത് 0 പോയിന്റ്. ഭാഗ്യം വേണം അല്ലേ, കൂടോത്രം ചെയ്യേണ്ടി വരുന്നത് എന്ന് തോന്നുന്നു. വാനപ്രസ്ഥ നീതു ജോബിൻ, ഉത്തരം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ഇത് ഉത്തരം പറയാൻ ആർക്കും പറ്റും. ഓക്കെ, ഈ ഡയലോഗ് ഏത് സിനിമയിൽ ഏത് മോഹൻലാൽ കഥാപാത്രമാണ് പറഞ്ഞത്? സിനിമയുടെ പേരും പറയണം, കഥാപാത്രത്തിന്റെ പേരും പറയണം. രണ്ടും കൂടി ഒരുമിച്ച് കമന്റ് ചെയ്യുക. ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട്, ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട്. ഇത് ഏത് സിനിമയിൽ ഏത് മോഹൻലാൽ കഥാപാത്രം പറഞ്ഞതാണെന്നുള്ളതാണ് ചോദ്യം. പൊട്ടെ വേഗം വരട്ടെ ഉത്തരം. വാട്ട് കോക്കനട്ട് ദിസ് എന്ന് ജീസ് കൈതാരം ചോദിക്കുന്നുണ്ട്. ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട്, ലേലു അല്ലു ലേലു അല്ലു അഴിച്ചുവിട്. മാണിക്യൻ തേന്മാവൻ കൊമ്പത്ത് ജയശ്രീ ജോൺ, വൈശാഖ് ജയ് തേന്മാവൻ കൊമ്പത്ത്, KK ജയേഷ് തേന്മാവൻ കൊമ്പത്ത്, മാണിക്യൻ, അനീഷ് മിഡ്ലാൻഡ് പറയുന്നത് തേന്മാവൻ കൊമ്പത്ത്, ഡിനിൽ നായർ, സഹല യാസർ, ലക്ഷ്മി നാരായണൻ, ജിഷ രജു, ജീസ് കൈതാരം, മഹേഷ് ശിവരാമപിള്ള, സൗമ്യ അമ്മാളു, എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ശരിയാണ് ഉത്തരം. മാണിക്യൻ, തേന്മാവിൻ കൊമ്പത്തില് മാണിക്യൻ എന്ന മോഹൻലാൽ കഥാപാത്രമാണ് ഈ ഡയലോഗ്, ഐക്കോണിക് ഡയലോഗ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോഹൻലാൽ സ്പെഷ്യൽ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വിജയിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കും ഒരേ പോയിന്റാണ്. ശ്രീദേവി നമ്പ്യാറിന് 4 പോയിന്റ്, അനീഷ് മിഡ്ലാൻഡിനും 4 പോയിന്റ്. അവരാണ് 2ാം സ്ഥാനത്ത്. ഓക്കെ, 1ാം സ്ഥാനത്ത് KK ജയേഷ് ആണ് 6 പോയിന്റ്. 3ാം സ്ഥാനത്ത് സഹല യാസറും മഹേഷ് ശിവരാമപിള്ളയാണ് 3 പോയിന്റ്. ഓക്കെ, അപ്പൊ 1ാം സ്ഥാനം KK ജയേഷിനാണ്. ആശംസകൾ. അപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ മോഹൻലാൽ ഫാൻ KK ജയേഷ് ആണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ KK ജയേഷിനാണ് ഇതിന്റെ ഗപ്പ് നൽകുന്നത്. അപ്പൊ വിജയ് KK ജയേഷാണ് 6 പോയിന്റ്. 2ാം സ്ഥാനത്ത് ശ്രീദേവി നമ്പ്യാരും അനീഷ് മിഡ്ലാൻഡുമാണ് 4 പോയിന്റ് വീതം. 3ാം സ്ഥാനത്ത് മഹേഷ് ശിവരാമപിള്ളയും സഹല യാസറുമാണ് 3 പോയിന്റ് വീതം. സെക്കൻഡ് ശ്രീദേവിയും അനീഷ് മിഡ്ലാൻഡും 4 പോയിന്റ് വീതം. ഓക്കെ, ടൈ ബ്രേക്കർ വേണമെങ്കിൽ 2 പേർക്കും ടൈ ബ്രേക്കർ വേണ്ടി വരും. അതിന് പകരം ഞാനൊരു ബോണസ് ചോദ്യം ചോദിച്ചാലോ? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഓക്കെ, 1ാം സ്ഥാനം ജയേഷിനാണ്, 2ാം സ്ഥാനത്ത് അനീഷ് മിഡ്ലാൻഡും ശ്രീദേവി നമ്പ്യാരും,
3-ാം സ്ഥാനത്ത് മഹേഷ് ശിവരാമപിള്ളയും സഹല യാസറും. ഓക്കെ, അപ്പോൾ ഒരു ബോണസ് ചോദ്യമാണ്. ഇതിന് പോയിന്റ് ഇല്ല, എങ്കിലും ആർക്കും ഉത്തരം പറയാം. CV ശ്രീരാമന്റെ കഥയ്ക്ക് G അരവിന്ദന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ ഒരു അവാർഡ് സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയുണ്ട്. അതിന്റെ പേരെന്താണ്? ഒരുപക്ഷെ കടുത്ത മോഹൻലാൽ ഫാൻസ് പോലും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു സിനിമയാണത്. CV ശ്രീരാമന്റെ കഥയ്ക്ക് G അരവിന്ദന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ ഒരു മോഹൻലാൽ സിനിമ. സിനിമയുടെ പേരെന്താണ്? പിൻഗാമി എന്ന് സഹല യാസർ, വാസ്തുഹാര എന്ന് ജയശ്രീ ജോൺ, ജീസ് കൈതാരം, ജയേഷ് കൊല്ലങ്കണ്ടി, അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് വിചാരിക്കുന്നു കേട്ടോ, തെറ്റാണെങ്കിൽ പറയണേ. ശ്രീദേവി നമ്പ്യാർ തുടങ്ങിയവരൊക്കെ വാസ്തുഹാര എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ കൂടി കണ്ടിരിക്കണം. മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് മാസ് ഹീറോ ആയി വന്ന മോഹൻലാലിന് മുൻപ് വേറൊരു മോഹൻലാൽ ഉണ്ടായിരുന്നു. അപ്പം അത്തരം സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുക. ഒരു നടന്റെ അഭിനയത്തെ അഭിനന്ദിക്കുക. അപ്പോൾ മോഹൻലാലിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. കൂട്ടക്ഷരങ്ങളുടെ വകയായിട്ടുള്ള ജന്മദിനാശംസകളോട് നേരുന്നു. അപ്പോൾ ഇന്നത്തെ മോഹൻലാൽ സ്പെഷ്യൽ ക്വിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചോദ്യങ്ങൾ അത്രത്തോളം കഠിനമായിരുന്നില്ല എന്ന് വിചാരിക്കുന്നു. ചില ചോദ്യങ്ങൾക്ക് മാത്രമേ കുറച്ച് സമയം എല്ലാവരും എടുത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ചടപടേന്ന് ഉത്തരം പറഞ്ഞു. കപ്പ് ജയേഷ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ മറ്റൊരു ലൈവ് സെഷനിൽ വേറൊരു വിഷയവുമായിട്ട് നാളെ ഇതേ സമയം, ഇന്ത്യൻ സമയം 12 മണിക്ക് കൂട്ടക്ഷരങ്ങൾ പേജിൽ വരാൻ മറക്കരുത്. നിങ്ങൾ ഈ പേജ് ലൈക്കും ഫോളോയും ചെയ്യാതെയാണ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പേജ് ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ലൈവൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല നല്ല കഥകൾ വായിക്കാൻ, ഇതുപോലുള്ള ലൈവുകൾ കാണാൻ, നിങ്ങൾക്ക് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് തരത്തിലുള്ള എൻഗേജ്മെന്റ് ചോദ്യങ്ങൾക്ക് കമന്റ് ചെയ്യാൻ, അത്തരത്തിൽ അക്ഷരങ്ങളോട് കൂട്ടുകൂടാനും അക്ഷരങ്ങളോട് കൂട്ടുകൂടി കൂട്ടക്ഷരങ്ങളാകാനുമാണ് ഈ പേജ്. അപ്പം എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ കാണാം 12 മണിക്ക്. അതുവരേക്കും നന്ദി, നമസ്കാരം.